തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സംഘർഷം ഉണ്ടാവുകയാണ്. യുവമോർച്ച പ്രതിഷേധ മാർച്ചിനിടയിൽ സംഘർഷം ഉണ്ടാകുന്നു. നേരത്തെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. പരിക്ക് പറ്റിയതായി അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നതായി ചില ദൃശ്യങ്ങളിലുണ്ട്. ഒരു പ്രവർത്തകനെ കൊണ്ടുപോകുന്ന ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണാം. PSC വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ല. ഡൽഹി സമരത്തിൽ പങ്കെടുത്തു എന്നതാണ് യുവമോർച്ച ഉന്നയിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം. മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലാണ്. ഇപ്പോൾ ഡൽഹിയിലുണ്ടായ പ്രധാനമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരി, പോലീസ് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നുണ്ടോ? രതീഷ്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്ന നടപടി തുടരുകയാണ്. അതായത് ഇത് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ. അല്ലാതെ മറ്റ് നടപടികളിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. 100-ലേറെ പ്രവർത്തകർ ഉണ്ട് ഇവിടെ. അവരിപ്പോഴും തുടരുകയാണ്.